നമ്മുടെ മാർക്കോ മൂവി ഇല്ലേ, അതിന് നമ്മുടെ ടി വിക്കകത്ത് നമുക്ക് കാണാൻ പറ്റൂല. അതേപോലെ അതിന്റെ നിർമ്മാതാവ് ഇനി പടം എടുക്കുന്നില്ലെന്നാ പറഞ്ഞു കേട്ടെ. മാർക്കോ ടി വിയിൽ പ്രദർശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് കാരണം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാരണങ്ങൾക്കും മാർക്കോ എന്നാണ് ഇപ്പൊ ചാനലുകാരൊക്കെ പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ വയലൻസ് കൂടുതലുള്ള സിനിമകള് ഇപ്പൊ അങ്ങനെ കാണിക്കണ്ട, കുട്ടികളെ കാണിപ്പിക്കണ്ട, അത് ഒരു വശം ശരിയാണ്. പക്ഷെ മാർക്കോ ഓവർ വയലൻസ് ആയതുകൊണ്ട് ടി വിയിലുള്ള പ്രദർശനം ഇല്ലാന്നാണ് ഇപ്പൊ വന്നേക്കുന്നത്. എന്നാൽ മാർക്കോന്റെ പ്രൊഡ്യൂസർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ആള് ഇനി സിനിമ ചെയ്യില്ല എന്നല്ല, ഇനി ചെയ്യുന്ന സിനിമകളിൽ വയലൻസ് കുറച്ച് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നാ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു, അശോകൻ മമ്മൂട്ടി മോഹൻലാലിനെ പറ്റി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ നിനക്ക്? അശോകൻ എന്ത് പറഞ്ഞു എന്ന് നീ പറയണേ? അശോകൻ പറഞ്ഞത് മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെയും ഒപ്പം അഭിനയിക്കുമ്പോ അവര് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ്, അല്ലാതെ അവര് കൂടെ അഭിനയിക്കുന്നവരെ ജാട കാണിച്ച് അവരുള്ള കോൺഫിഡൻസ് കളയുന്നു എന്നല്ല അശോകൻ പറഞ്ഞത്. പിന്നെ അശോകൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അശോകൻ ഇത്ര കാലം അഭിനയിച്ചതില് അശോകന് കിട്ടേണ്ട പല അവാർഡുകളും പലരും ഇടപെട്ട് അത് കിട്ടാത്ത രീതിയിലാക്കി എന്നെന്ന് അശോകൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. മഞ്ജുമ പറഞ്ഞ എന്താണെന്നറിയോ? തൊട്ടും പിടിച്ചു എന്നും, അതായത് ഇന്റിമേറ്റ് സീനിലൊന്നും അഭിനയിക്കാൻ പറ്റുന്നില്ലെന്നാ സംവിധായകനോട് പറഞ്ഞു. പക്ഷേ സംവിധായകൻ പറഞ്ഞ എന്താണെന്നറിയാമോ? നല്ല മരം. നീ എന്താ പറഞ്ഞത്? മഞ്ജിമ പറഞ്ഞത്. മഞ്ജിമ അത് ഗൗതം മേനോന്റെ അടുത്താണ് പറഞ്ഞത്, തൊട്ടും പിടിച്ചും, അഥവാ ഇന്റിമേറ്റ് സീനിലൊന്നും അഭിനയിക്കാൻ മഞ്ജിമയ്ക്ക് പറ്റില്ല. പക്ഷെ ഗൗതം മേനോൻ എന്താ പറഞ്ഞത്? ഗൗതം മേനോൻ പറഞ്ഞു എന്താണോ കംഫേർട്ട് അത് അഭിനയിച്ചാൽ മതി. പക്ഷെ ഈ ആൻസർ കേട്ടിട്ടാണ് മഞ്ജിമ ഞെട്ടിയത്. മഞ്ജിമ പറഞ്ഞ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഒന്നങ്ങ ആ ഫിലിമിൽ നിന്ന് കട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം കുറയ്ക്കും, ഷോട്ട് കുറയ്ക്കും, ഇതൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ ഗൗതം മേനോൻ അതൊന്നും ചെയ്തില്ല എന്നാണ് മഞ്ജിമ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എന്റെ കയ്യിലുള്ള ഇന്നത്തെ ഗോസിപ്പുകൾ കഴിഞ്ഞു. ഇനി അടുത്ത ഗോസിപ്പായിട്ട് അടുത്ത വീഡിയോ കാണാം.